പ്രവാസലോകത്തെ വാർത്തകൾ. കാനഡയ്ക്ക് ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ്. ചൈനയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ടാൽ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 100% താരിഫ് ഈടാക്കുമെന്നാണ് മുന്നറിയിപ്പ്. ചൈനയുമായുള്ള വ്യാപാര കരാറുമായി മുന്നോട്ടു പോയാൽ കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 100% തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കി. കഴിഞ്ഞയാഴ്ച ചൈനയുമായുള്ള വ്യാപാര കരാറിൽ ട്രംപ് അനുകൂല നിലപാടെടുത്തിരുന്നു. എന്നാൽ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ ഡാവോസിലെ പ്രസംഗത്തെ തുടർന്നാണ് ട്രംപിന്റെ നിലപാട് മാറിയത്. കാനഡ ജീവിക്കുന്നത് അമേരിക്ക കാരണം കൊണ്ടാണ് എന്ന ട്രംപിന്റെ വാദത്തെ കാർണി വിമർശിച്ചു. കാനഡ അമേരിക്ക കാരണം കൊണ്ടല്ല ജീവിക്കുന്നത്, കനേഡിയൻകാരുടെ പരിശ്രമത്താലാണ് രാജ്യം അഭിവൃദ്ധി പ്രാപിക്കുന്നതെന്നും കാർണി പറഞ്ഞു. ചൈന കാനഡയുടെ ബിസിനസ്സുകൾ, സാമൂഹിക ഘടന, പൊതുജീവിത രീതി എന്നിവയെല്ലാം നശിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു. കാനഡയെ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് അയക്കുന്നതിനുള്ള ഒരു തുറമുഖമാക്കാമെന്ന് കാർണി കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തെറ്റിയെന്ന് ട്രംപ് പറഞ്ഞു. ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ വെച്ച് കാർണി ആഗോള നേതാക്കൾക്ക് മുന്നിൽ അമേരിക്കൻ മേൽക്കോയ്മയ്ക്കെതിരെ സംസാരിച്ചിരുന്നു. അമേരിക്കയെക്കുറിച്ചുള്ള ഈ പരാമർശം ട്രംപിനെ പ്രകോപിപ്പിച്ചു. ഇതാണ് കാനഡയ്ക്കെതിരെ ട്രംപിന്റെ ഭീഷണിക്കുള്ള കാരണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിൽ ഗാർഹിക തൊഴിലാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കി. നിയമലംഘകർ കർശന നടപടികൾ നേരിടേണ്ടി വരും. ഗാർഹിക തൊഴിലാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കി ഒമാൻ ഭരണകൂടം. തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള അവകാശ ബാധ്യതകൾ ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് മന്ത്രാലയം അറിയിച്ചു. തൊഴിലിന്റെ പ്രത്യേക സ്വഭാവം പരിഗണിച്ചാണ് പുതിയ ചട്ടങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത്. ഗാർഹിക തൊഴിലാളികൾക്ക് നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ്, കൃത്യമായ ജോലി സമയം, നിയന്ത്രിത അവധി അവകാശങ്ങൾ എന്നിവ ഇതിലുൾപ്പെടുന്നു. ഈ മാസം തന്നെ പുതിയ ഉത്തരവ് നിലവിൽ വരുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ആരോഗ്യ ഇൻഷുറൻസിന് പുറമെ ഓരോ സേവന വർഷത്തിനും പ്രതിമാസ വേതനത്തിന്റെ പകുതി എന്ന രീതിയിലാണ് ആനുകൂല്യം നിശ്ചയിച്ചിരിക്കുന്നത്. ഒമാനിൽ പൊതു തൊഴിൽ നിയമത്തിൽ പറയുന്ന ഒരു മാസത്തെ ശമ്പളത്തിന് പകരമാണ് 15 ദിവസത്തെ വേതനം ഗാർഹിക തൊഴിലാളികൾക്ക് ആനുകൂല്യമായി നിശ്ചയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ഗ്രീൻ ചാർജറുകൾ വിപുലീകരിച്ചതായി ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി. പ്രവാസികൾക്കും സ്വദേശികൾക്കും ഉപകാരപ്രദം. ചാർജറുകൾക്ക് രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം 23,600 ഈ വാഹനങ്ങൾക്കുള്ള ഗ്രീൻ ചാർജറുകൾ വിപുലീകരിച്ചതായി ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി അറിയിച്ചു. പൊതു സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളുമായി സഹകരിച്ചും ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ജനുവരി മാസം ചാർജറുകൾക്ക് രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം 23,600. അൾട്രാ ഫാസ്റ്റ് സ്റ്റേഷനുകൾ, എക്സ്പ്രസ് ചാർജിംഗ് സ്റ്റേഷനുകൾ, പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുകൾ, വോൾ മൗണ്ട് സ്റ്റേഷനുകൾ എന്നിങ്ങനെ 4 തരം ചാർജിംഗ് സ്റ്റേഷനുകളുണ്ട്. RTA വെബ്സൈറ്റ്, സ്മാർട്ട് ആപ്ലിക്കേഷൻ എന്നിവ വഴി ദുബായിലുടനീളം ഇത്തരം സ്റ്റേഷനുകൾ ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താം. ദിവ സ്മാർട്ട്സ് ആപ്പ് വഴി ഉപഭോക്താക്കൾക്ക് ഗ്രീൻ ചാർജർ അക്കൗണ്ട് ഉണ്ടാക്കാം. വാഹന രജിസ്ട്രേഷൻ കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ ഉപയോഗിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.